അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി നഗരത്തിൽ നിന്നും ബീച്ച് ഫയർ സ്റ്റേഷൻ 8 യൂണിറ്റുകൾ മാറ്റി 7 മാസങ്ങൾ പിന്നിട്ടിട്ടും താൽക്കാലിക സംവിധാനമില്ലാത്തതിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആശങ്കയറിയിച്ചു. എത്രയും വേഗം താൽക്കാലിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും MDC ആവശ്യപ്പെട്ടു. ബീച്ച് ഫയർ സ്റ്റേഷൻ പുതുക്കി പണിയുന്നതുവരെ നഗരത്തിൽ തന്നെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പകരം താൽക്കാലിക ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ അഭ്യർത്ഥിക്കുന്ന നിവേദനം മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ മുഖ്യമന്ത്രിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിനും 2023 സെപ്റ്റംബർ 5-നാണ് സമർപ്പിച്ചത്. അന്ന് തന്നെ ബീച്ച് അഗ്നിരക്ഷാ നിലയം നിർത്തലാക്കാനുള്ള തീരുമാനത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സർക്കാർ തലത്തിൽ സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ നിർദ്ദേശിക്കുന്ന രീതിയിൽ 40 സെന്റ് സ്ഥലത്ത് സൗജന്യമായി പണിത് കൊടുക്കാമെന്ന് കോർപ്പറേറ്റ് സ്ഥാപനവും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും സമ്മതം അധികാരികളെ അറിയിച്ചതെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശപ്രകാരം റീജിയണൽ ഫയർ ഓഫീസർ സ്ഥലം പരിശോധന നടത്തി അനുയോജ്യമാണെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. മാസങ്ങളായി ഫയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിലാണെന്നും C ചാക്കുണ്ണി കൂട്ടിച്ചേർത്തു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥലങ്ങളൊന്നും 7 മാസമായിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നാവേറെ സാഹചര്യത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് വെച്ച് നിവേദനം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി എടുക്കുകയും ഇവിടെ 40 സെന്റ് ഭൂമി സൗജന്യമായി താൽക്കാലികമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കാൻ നിർമ്മിച്ചു നൽകാമെന്ന് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ സമ്മതപത്രം ഏൽപ്പിക്കുകയും അത് അനുയോജ്യമാണെന്ന് ഫയർ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ധനമന്ത്രാലയത്തിൽ നിന്ന് ഒരു അനുമതിയുടെ കാലതാമസം മാത്രമേ ഉള്ളൂ. അത് എത്രയും വേഗം നടപ്പാക്കണമെന്ന് തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടാനുള്ളത്. തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനം സന്നദ്ധത അറിയിച്ച സ്ഥലത്ത് എത്രയും വേഗം താൽക്കാലിക സ്റ്റേഷൻ നിർമ്മിക്കണമെന്നും MDC പ്രസിഡന്റ് ഷെവലിയർ C ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ട്രഷറർ MV കുഞ്ഞാമു എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.